ഹലോ, ANS അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നഴ്സിംഗ് ഗ്ലോബിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് റീസെൻ്റ്ലി വന്നിട്ടുള്ള എയിംസ് ആപ്ലിക്കേഷനെ പറ്റിയിട്ട് പറയാനായിട്ടാണ്. എയിംസ് നഴ്സിംഗ് ഓഫീസേഴ്സിനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് NOCSET, നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതനുസരിച്ചിട്ട് ഈ വർഷം വന്നിട്ടുള്ളത് NOCSET 10ന്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എല്ലാ വർഷവും 2 തവണയാണ് എയിംസ് ആപ്ലിക്കേഷൻ വിളിക്കാറുള്ളത്. അങ്ങനെ വന്നിട്ടുള്ള ഇത്തവണത്തെ ഈ 2026 ആദ്യത്തെ ആപ്ലിക്കേഷനാണ് NOCSET 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എലിജിബിലിറ്റിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആർക്കൊക്കെ എഴുതാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ GNM കംപ്ലീറ്റ് ആയിട്ട് ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കോ ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് BSc നഴ്സിംഗ് പ്ലസ് ഒരു വാലിഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ പറയുന്നത്. നമ്മൾ കേരള നഴ്സിംഗ് കൗൺസിലോ വേറെ ഏതെങ്കിലും നമ്മൾ പഠിച്ച നഴ്സിംഗ് പഠിച്ച സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ GNM-നാണെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിനാണെന്നുണ്ടെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതായത് മിനിമം ഒരു 50 ബെഡ് ഹോസ്പിറ്റലാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ആണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ക്ലിയർ ആണല്ലോ. അതായത് BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് വിത്തൗട്ട് എക്സ്പീരിയൻസ് തന്നെ അപ്ലൈ ചെയ്യാവുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഏജ് ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 തൊട്ട് 30 വയസ്സ് വരെയാണ് എയിംസ് പറയുന്ന ഏജ് ബാർ. ഓക്കെ, അതായത് ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് 30 വയസ്സ് വരെ എക്സാം എഴുതാം. ഇനി OBC ആണെങ്കിൽ അവർക്ക് 3 ഇയർ റിലാക്സേഷൻ കിട്ടും. SCO STO ആണെന്നുണ്ടെങ്കിൽ 5 ഇയർ റിലാക്സേഷൻ കിട്ടും. ഇത് കൂടാതെ തന്നെ എയിംസ് വീണ്ടും കുറച്ച് ഇളവുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റ് സർവീസിലുള്ള ഒരാൾക്ക് 5 വർഷം വരെ റിലാക്സേഷൻ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതല്ല ഒരു ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ട് എയിംസ് അതിന്റെ നോട്ടിഫിക്കേഷൻ പറയുന്നത് PWBD എന്നാണ്, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 10 വർഷം വരെ റിലാക്സേഷൻ കിട്ടുന്നത്. അവിടെയും ഒരു OBC ആണെങ്കിൽ വീണ്ടും ഒരു 3 വർഷം, SC ആണെങ്കിൽ വീണ്ടും ഒരു 5 വർഷം വരെ കിട്ടാവുന്നതാണ്. അതായത് ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് SC ST SCO STO റിസർവേഷൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 45 വയസ്സ് വരെ എഴുതാവുന്നതാണ്. ആ വ്യക്തിക്ക് 45 വയസ്സ് വരെ എക്സാം എഴുതാവുന്നതാണ്. ഒപ്പം വേറെ കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ നാട്ടിലെ എയിംസിലേക്കാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നിലവിൽ ഇപ്പോൾ എയിംസ് മധുരൈ അടക്കം 16 എയിംസ് ആണുള്ളത്. 16 എയിംസിന്റെ കൂടെ തന്നെ കുറച്ച് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് കൂടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എയിംസിലേക്കുള്ള അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് വരുന്നതെന്നും അവിടെ എത്രയൊക്കെ പോസ്റ്റാണ് വരുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ വീഡിയോയുടെ എൻഡിൽ പറയുന്നതാണ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളിക്കുന്ന ആപ്ലിക്കേഷൻ ഇത്തവണ NOCSET വിളിച്ചിരിക്കുന്നത് 2582 വേക്കൻസിക്കാണ്. അപ്പോൾ അതൊരു വളരെ നല്ലൊരു നമ്പറാണ്. അത്യാവശ്യം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേക്കൻസിയിൽ ഒരു ജോലി നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പറയുന്നത് 16 മാർച്ച് 2020. അതായത് ഈ മാർച്ച് 16 ലാസ്റ്റ് ഡേറ്റ്, അതായത് 5 PM വൈകിട്ട് 5 മണി. അപ്പോൾ എന്തുകൊണ്ടും ആദ്യം അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സെന്റർ തന്നെ നമുക്ക് കിട്ടും. അതായത് നമുക്ക് ട്രിവാൻഡ്രം ആണ് സെന്റർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം തന്നെ സെന്റർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്ക് പോകുമ്പോഴത്തേനും, ലാസ്റ്റ് ദിവസം അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴത്തേനും എന്ത് പറ്റും, നമ്മൾ സൈറ്റ് ഹാൻഡ് ആവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഡേറ്റ്സ് കൂടെ നമ്മുടെ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ 16ാമത്തെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24 ആകുമ്പോഴത്തേനും നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് സൈറ്റിൽ നിന്ന് അറിയാൻ പറ്റും. 25 തൊട്ട് 27 വരെയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ എക്സാം സിറ്റിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. ഇനി അതുപോലെ അഡ്മിറ്റ് കാർഡ് വരുന്നത് 8-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എയിംസ് എക്സാം എന്ന് പറയുമ്പോഴത്തേനും അത് 2 സ്റ്റേജസ് ആയിട്ടാണ്. അതേപറ്റി പറയാം. അതിലിപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ,
ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. അതായത് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OBC കാറ്റഗറിക്കാർക്ക് 3000 രൂപയും SCO അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS എന്ന് പറയുന്ന കാറ്റഗറി അതിനുവേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറിയിൽ വരുന്നതോ SCO ആയിട്ടുള്ള ഒരാൾക്ക് 2400 രൂപയാണ് ഫീസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PWBD പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് ഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 3000 രൂപ ഫീസ് എന്നുള്ളത് കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാതിരിക്കുകയോ എഴുതാതിരിക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 90,000 അടുത്ത സാലറിയാണ്. അതിൽ കൂടുതൽ മാത്രമാണ് കിട്ടുന്നത്. മിനിമം 90,000 എങ്കിലും നിങ്ങളുടെ ബൈ ഹാൻഡ് കിട്ടും. ഇനി സാലറി റിവിഷൻ വരാൻ പോകണപ്പോൾ 1 ലക്ഷത്തിന് പുറത്താണ് കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ചപ്പോൾ 1 ലക്ഷത്തിന് പുറത്ത് സാലറി കിട്ടുന്ന ഒരാൾക്ക് ഒരു 3000 രൂപ ആദ്യ എക്സാമിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സാലറിയുടെ മാത്രം 10% പോലും ആകുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. വെറുതെ ആ ഫീസ് മാത്രം മുന്നിൽ കണ്ടിട്ട് എക്സാം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഓക്കെ, ഇനി എക്സാം രണ്ട് തവണയൊക്കെയാണ് നടത്തുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ എയിംസിലേക്കുള്ള എക്സാം CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ എക്സാമിന്റെ ഡേയിൽ പോകുമ്പോഴത്തേനും നമ്മളെ അവരെടുക്കുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിലാണ് എടുത്തത്. നമുക്ക് അതിൽ ചെയ്യാനായിട്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് വലിയ കമ്പ്യൂട്ടർ പ്രൊവിഷൻസ് കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ആ സെന്ററിലെ ഇൻവിജിലേറ്റർ നിങ്ങളുടെ ഹാളിലെ ഇൻവിജിലേറ്റർ കറക്റ്റായിട്ട് തരുന്നതാണ്. ജസ്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യം മാത്രമേ നിങ്ങൾക്ക് അവിടെ വരുന്നുള്ളൂ. അല്ലാതെ വലിയ കമ്പ്യൂട്ടർ അതിന് വേണ്ടി പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഈ CBT എക്സാം എന്ന് പറയുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ്. ആദ്യത്തെ നമ്മൾ പറയുന്ന സ്റ്റേജ് 1 അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രിലിംസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏപ്രിൽ 11-നാണ്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 11-നാണ് ഈ ഒരു പ്രിലിംസ് എക്സാം വരുന്നത്. അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്, അതായത് 1.5 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിൽ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയത്ത് അവർ പറയുന്നത് നമ്മൾ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ കാണുന്നു, സെക്കൻഡ് സെറ്റ് അങ്ങനെ. അപ്പോൾ ഇതിൽ 5 സെക്ഷൻസ് ആയിട്ടാണ് ഉള്ളത്. ഓരോ സെക്ഷനിലും 20 ക്വസ്റ്റ്യൻസ് വീതം, ഓരോ സെക്ഷനും 18 വീതമാണ് ടൈമാണ്. അങ്ങനെ മൊത്തം 5 സെക്ഷൻസ് ആകുമ്പോഴത്തേനും നമുക്ക് 90 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ ഇതിലുള്ളത് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 100 ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കി ആൻസർ എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ 100 ക്വസ്റ്റ്യൻസിന് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്സ് 100 മാർക്സാണ്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കും. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ആപ്ലിക്കബിൾ ആണ്. അതായത് നിങ്ങൾ ഒരു 3 ക്വസ്റ്റ്യൻസ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് പോകുന്നതാണ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കും. ഇനി 3 ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോ മാർക്കും നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം എഴുതാനായിട്ട്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് നെഗറ്റീവ് മാർക്സ് വരുമ്പോഴാണ് നമ്മുടെ റാങ്ക് പുറകോട്ട് പോകും. ചിലപ്പോൾ ഒരൊറ്റ നെഗറ്റീവ് കൊണ്ട് തന്നെ നമ്മുടെ റാങ്ക് ഒരുപാട് അത് ശ്രദ്ധിക്കും. ഇനി ഒപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ 80 ക്വസ്റ്റ്യൻസും നമുക്ക് നഴ്സിംഗ് സബ്ജക്ട്സിൽ നിന്നാണ്, 20 ക്വസ്റ്റ്യൻസ് നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് അതായത് GK, ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള സബ്ജക്ട്സിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേജ് 1 എക്സാം കഴിഞ്ഞു, ഏപ്രിൽ 11 കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റേജ് 2 എക്സാമിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്റ്റേജ് 1 എക്സാം കഴിഞ്ഞിട്ട് അവരൊരു ലിസ്റ്റ് എടുക്കും. അപ്പോൾ എത്ര വേക്കൻസി ആണുള്ളത് അതിൻ്റെ 5 ഇരട്ടിയായിരിക്കും അവർ ലിസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റേജ് 2 എക്സാമിലേക്ക് നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അടുത്ത സ്റ്റേജ് 2 എക്സാം വരുന്നുണ്ട്. സ്റ്റേജ് 2 എക്സാമിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ ഉണ്ട്, അതായത് ഏപ്രിൽ 30-ാം തീയതിയാണ്. അപ്പോൾ സ്റ്റേജ് 2 എക്സാം അല്ലെങ്കിൽ മെയിൻസ് എക്സാമിന് പോകുമ്പോഴും ഇതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അവിടെ നഴ്സിംഗ് സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് 3 മണിക്കൂറാണ് സമയമുള്ളത്. അതായത് 160 ക്വസ്റ്റ്യൻസ്, 160 ക്വസ്റ്റ്യൻസ് 160 മാർക്ക്. അപ്പോൾ ഇവിടെയും 4 സെക്ഷൻസ് ആണുള്ളത്. 45 മിനിറ്റ്സ് ഉള്ള 4 സെക്ഷൻസ് ഉണ്ട്. ഓരോന്നിലും 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റേജ് 1-ഉം സ്റ്റേജ് 2-ലും ഓരോ സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സെറ്റിലേക്ക് തിരിച്ചു വന്ന് കറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഡിസപ്പിയർ ചെയ്താണ് പോകും. ഓക്കെ, അങ്ങനെ നമുക്ക് സ്റ്റേജ് 2 എക്സാം കഴിയും. അങ്ങനെ സ്റ്റേജ് 2 എക്സാം കഴിഞ്ഞിട്ട് എന്താണ് അവരൊരു മെറിറ്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ, മെറിറ്റിൽ വെയിറ്റിംഗ് അല്ല, മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിൽ കേരള PSC ബാക്കി എക്സാം പോലെ എക്സാം എഴുതിയിട്ട് മാസങ്ങളോളം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കാത്തിരിക്കേണ്ട യാതൊരു കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാമിൽ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് കോൾ ലെറ്റർ വരുന്നതാണ്. അവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ച്
വിത്തിൻ 1 or 2 months നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല, ഞാൻ എയിംസിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് തന്നെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്ന് 2 മാസം കഴിയുമ്പോൾ തന്നെ എനിക്ക് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റി. അവിടെ തന്നെ 7 വർഷം വർക്ക് ചെയ്യുകയും ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് സാലറി എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതും അവിടെയുള്ള ഓരോ ഇൻഫർമേഷൻസും എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഇപ്പോൾ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ചോയ്സ് കൊടുക്കാനായിട്ട് പറയും. നമുക്ക് എവിടെയാണ് നമുക്ക് താല്പര്യമുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചോയ്സ് കൊടുക്കാം. then അത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്ത് ഫൈനൽ ചെയ്യുന്നുള്ള പ്ലേസ്. ഈ രീതിയിലാണ് എക്സാം. ഇനി ഈ എക്സാം എങ്ങനെ പഠിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു നഴ്സിംഗ് സബ്ജക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കുന്ന എന്താണ് അനാറ്റമി ഫിസിയോളജി തൊട്ട് ഏറ്റവും ലാസ്റ്റൊക്കെ വരുന്ന റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് എഡ്യൂക്കേഷൻ വരെയുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ANS അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം. ഓൾറെഡി നമ്മളൊരു 4 to 5 months ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ റെഗുലർ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ANS അക്കാഡമിയിൽ തന്നെ. അപ്പോൾ അവരോടൊപ്പം നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 1 മാസമാണ് സമയമുള്ളത്. അതായത് നമ്മൾ ഈ ഒരു മാർച്ച് 10 തൊട്ട് ഏപ്രിൽ 10 വരെയാണ് ക്ലാസ് വരുന്നത്. ഈ ഒരു ടൈം കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ പോർഷൻസും കവർ ചെയ്ത് നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് നേടാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ വെച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എയിംസ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ വിളിച്ചേക്കുന്ന കാര്യങ്ങൾ എല്ലാം ചേർത്ത് പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് എയിംസ് അല്ലാതെ ബാക്കി കുറച്ച് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ അതിൽ ഓരോന്നിലും വിളിച്ചിട്ടുള്ളതിൽ സെപ്പറേറ്റ് ആണ് ഇതിൽ ഓരോരോ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അത് ഓരോന്നായിട്ട് പറയാം. എയിംസ് അല്ലാതെ വിളിച്ചിട്ടുള്ള വേറൊന്നാണ് NITRD എന്ന് പറയും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് TB ആൻഡ് റെസ്പിറേറ്ററി ഡിസീസ്. നമ്മൾ ന്യൂഡൽഹിയിൽ തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 5 പോസ്റ്റിലേക്കാണ് അവർ വിളിച്ചിട്ടുള്ളത്. എല്ലാത്തിനും ഞാനിപ്പോൾ താഴോട്ട് പറയുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കും ഈ നോട്ട്സെറ്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, സെപ്പറേറ്റ് എക്സാമിൽ. അപ്പോൾ NITRDയിലേക്ക് 5 പോസ്റ്റാണ് വിളിച്ചിട്ടുള്ളത്. അവിടെ ഏജ് ബാർ പറയുന്നത് 18 തൊട്ട് 35 വയസ്സ് വരെ പറയുന്നത്. അപ്പോൾ അവിടെ GNM അല്ലെങ്കിൽ BSc ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ അടുത്ത വേറൊന്ന് വന്നിട്ടുള്ളത് AIPMR, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, മുംബൈയിലാണ്. ഒരു പോസ്റ്റേ ഉള്ളൂ അവിടെ. പക്ഷേ അവിടെ GNMO അല്ലെങ്കിൽ BScയോ എക്സ്പീരിയൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് 18 തൊട്ട് 35 വയസ്സ് വരെ. ഇനി അടുത്ത പറഞ്ഞിട്ടുള്ളത് CIP, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി, റാഞ്ചിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ 13 പോസ്റ്റാണ് വിളിച്ചിട്ടുള്ളത്. 30 വയസ്സിന് താഴെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവിടെ സൈക്കാട്രി എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. GNM ആണെങ്കിൽ 1 year എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലുണ്ട്. ഡൽഹിയിൽ തന്നെയുള്ള സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അതായത് സഫ്ദർജംഗ്, അതുപോലെ തന്നെ ഡോക്ടർ RML ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ കലാവതി സരൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള ഡൽഹിയിൽ തന്നെയുള്ള കുറച്ച് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അവരും എക്സാം നടത്താനായിട്ട് ഈ നോട്ട്സെറ്റ് നമ്മുടെ എയിംസിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നോട്ട്സെറ്റ് 10ൽ ഈ ഒരു സ്ഥലത്തേക്കുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ കൂടെ തന്നെ നടന്നു പോകും. നിങ്ങൾ ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ മതി, ഒരൊറ്റ എക്സാം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് സബ്ജക്റ്റിലും ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലേക്ക് 35 വയസ്സ് വരെ പറഞ്ഞു, 35 വയസ്സിന് താഴെയാവുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവിടെ പറഞ്ഞിട്ടുള്ളത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM വിത്ത് 1 year എക്സ്പീരിയൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 year വേണ്ട, 1 year മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ ഇതിനൊപ്പം തന്നെ ESI നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ESI പറഞ്ഞേക്കുന്ന ഏജ് ബാർ എന്ന് പറയുന്നത് <30 years ആണ്. BScയോ അല്ലെങ്കിൽ GNM ആണെങ്കിൽ 1 year എക്സ്പീരിയൻസ് കൂടെ ചോദിച്ചു. BScക്കാർക്ക് എക്സ്പീരിയൻസ് വരും. അപ്പോൾ അത് 224 പോസ്റ്റ് ESIയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ജിപ്മറാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ളത് പുതുച്ചേരിയിലുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്കൊരു ഓവർനൈറ്റ് ട്രാവലിലൂടെ എത്താവുന്നതാണ്. അപ്പോൾ ജിപ്മറിൽ തന്നെ അവിടെ തന്നെ പല അവരുടെ തന്നെ പല ഇതുണ്ട്. അപ്പോൾ അതിൽ കാരക്കാലുണ്ട്, യാനം, പുതുച്ചേരി, മെയിൻ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജിപ്മറിലുള്ള വേക്കൻസീസ് കൂടെ നമ്മുടെ ഈ ഒരു നോട്ട്സെറ്റിന്റെ കൂടെയുണ്ട്. അതിൽ 478 വേക്കൻസിയാണ് ജിപ്മറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ 2582 പോസ്റ്റുകൾ. അപ്പോൾ ഇതിലെല്ലാത്തിനും കൂടെ വേണ്ടി നിങ്ങൾ നോട്ട്സെറ്റ് 10 അപ്ലൈ ചെയ്ത് നോട്ട്സെറ്റിന്റെ ആപ്ലിക്കേഷൻ അയച്ചാൽ മാത്രം മതി. നിങ്ങൾ നോട്ട്സെറ്റ് 10 എക്സാം എഴുതുമ്പോൾ ഇതിലേക്ക് എല്ലാം നിങ്ങൾ എലിജിബിൾ ആവുകയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ
നിങ്ങൾ എക്സാംസ് ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗൈഡൻസ് അക്കാഡമിയുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ എടുത്ത ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾ അത് കണ്ടു നോക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അത് നല്ലൊരു അവസരമാണ്. ഈ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും ഒരു ഹൈ സാലറി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും, അതായത് എബ്രോഡ് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫ്രഷേഴ്സ് അടക്കമുള്ളവർക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ സാലറി നല്ലതായി കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഈ ജോലി നേടിയെടുക്കുക. താങ്ക് യു. ബെസ്റ്റ് വിഷസ്.